1986 ഒരു അർദ്ധരാത്രിയിൽ ഒരാൺകുട്ടി ഒറ്റയ്ക്ക് ആ നാട്ടിലെ ഒരു കോവിലിലേക്ക് വരുന്നു. ആ കുട്ടിയുടെ പേര് രവീന്ദ്രൻ എന്നാണ്. ഇവനാണെങ്കിൽ കർപ്പൂരം കത്തിച്ചു വെച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മമായി നോക്കി. ആ നോട്ടം കർപ്പൂരം കത്തിച്ചതിന്റെ പുകയേറ്റ് കറുത്തു കിടക്കുന്ന സീലിംഗ് വരെ തുടർന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം അതിമനോഹരമായ പാടവരമ്പാണ് നമ്മൾ കാണുന്നത്. അവിടെ ശൈലു എന്ന പെൺകുട്ടിയുമായി ഓടുന്ന രവീന്ദ്രനെ നമ്മൾ കാണുന്നു. ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. അതിലപ്പുറം ഇവരുടെ ഉള്ളിൽ ചെറിയൊരു കണക്ഷനുമുണ്ട്. രവി അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ ശൈലുവിന്റെ മുഖം വാടിയിരിക്കുന്നു. അതിന് കാരണം അവൾ കണ്ണ് എഴുതിയിട്ടില്ല. സോ അവൾക്കായി അവൻ കരി കൊണ്ടുവന്നിരിക്കുന്നു. ഈ കരി കോവിലിലെ സീലിംഗിൽ നിന്നെടുത്തതാണ്. ഇതെടുക്കാനാണ് അവൻ അർദ്ധരാത്രിയിൽ കോവിലിൽ പോയത്. അങ്ങനെ ഇവർ വീണ്ടും സംസാരിച്ചു വരുമ്പോൾ ഒരു നായക്കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടു. ശൈലുവിന് വേണ്ടി രവി കിണറ്റിലിറങ്ങി ആ നായക്കുട്ടിയെ രക്ഷിച്ച് അവൾക്ക് തന്നെ കൊടുത്തു. അതിനുശേഷം ശൈലു നായക്കുട്ടിയുമായി അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വെളിയിൽ ഒരു സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ശൈലുവിന് വളരെ സന്തോഷം തോന്നി. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ അച്ഛൻ അവളെ കാണാനായി വന്നിരിക്കുകയാണ്. ശൈലു ഇപ്പോൾ താമസിക്കുന്നത് അവളുടെ മുത്തശ്ശിയുടെ കൂടെയാണ്. അതിന് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ശൈലുവിന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ മരണശേഷം അച്ഛൻ ഉടനെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. അതോടെ അച്ഛൻ ഇവരെ വിട്ട് താമസം മാറി. അങ്ങനെ ശൈലു അച്ഛൻ വന്ന സന്തോഷത്തിൽ അകത്തേക്ക് ചെന്നതും അവളുടെ മുഖം വാടി. കാരണം അച്ഛൻ അവളെ വിളിക്കുകയോ അവളോട് സ്നേഹത്തോടെ പെരുമാറുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അച്ഛന് മകളോട് ഒരു സ്നേഹവുമില്ല. എന്നാലും അച്ഛൻ ഇപ്പോൾ വന്നതിന്റെ ഉദ്ദേശം ഈ ശൈലുവിന്റെ പേർക്ക് മുത്തശ്ശി കുറച്ച് ലാൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛന്റെ പേർക്ക് എഴുതി കൊടുത്താൽ മാത്രമേ ശൈലുവിനെ നോക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ മുത്തശ്ശി അതിനെ സമ്മതിക്കുന്നില്ല. കാരണം അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അതുമല്ല അച്ഛൻ നല്ല രീതിയിൽ നോക്കുമെന്ന് ഉറപ്പുമില്ല. അതോടെ ദേഷ്യം വന്ന അച്ഛനും രണ്ടാനമ്മയും അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ തന്നെ വിട്ടു പോയതിൽ ശൈലുവിന് നല്ല വിഷമമുണ്ട്. അമ്മയെ മരിച്ചു, അച്ഛനാണെങ്കിൽ നോക്കുന്നു പോലുമില്ല. അപ്പോൾ ഈ വിഷമമെല്ലാം രവിയോട് പറയുമ്പോൾ രവി അവളെ സമാധാനിപ്പിക്കുകയാണ്. നിന്റെ അപ്പനില്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവരെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രവിയുടെ അച്ഛൻ വന്നിട്ട് അവനിട്ട് ഒരു അടി കൊടുത്തിട്ട്, നിന്നോട് ബീഡി വാങ്ങാൻ പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് ഇവിടെ വന്നിരുന്ന് സൊള്ളുന്നോ? ഇദ്ദേഹം ഒരു കുടിയനാണ്. ആ കുടിയൻ അച്ഛൻ രവിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ശൈലുവിന്റെ മുമ്പിൽ തന്നെ അപമാനിച്ചതിൽ മനം നൊന്ത് രവി അച്ഛന്റെ സൈക്കിൾ തള്ളിയിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അയാൾ ശൈലുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഷോൾഡറിൽ മോശമായി ടച്ച് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരാനെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ശൈലു ആ കുടിയനെ ഭയത്തോടെ നോക്കി നിൽക്കുവാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് അന്ന് രാത്രിയിൽ ശൈലു എന്തോ ബഹളം കേട്ട് ഞെട്ടി ഉണരുന്നു. കാരണം രവിയുടെ വീട് നിന്ന് കത്തുകയാണ്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന രവിയും അച്ഛനും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. തന്റെ ഉറ്റ സുഹൃത്ത് മരിച്ചത് ശൈലുവിന് സഹിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി 10 വർഷത്തിന് ശേഷമുള്ള ഒരു അർദ്ധരാത്രി ഒരു നായാണെങ്കിൽ ഗ്രാമത്തിന്റെ ഓരോ മുക്കിനും മൂലയിലും ഭയപ്പെട്ട് ഓടുകയാണ്. കൂടെ തലയിലും കയ്യിലും വിളക്ക് വെച്ച് ഒരു സ്ത്രീയും ഈ പട്ടിയെ പോലെ ഓടുകയാണ്. ഒരു ഹൊറിഫിക് ഫീലാണ് നമുക്ക് അപ്പോൾ അവിടെ കിട്ടുന്നത്. ആ ഒരു ഭയാനകമായ കാഴ്ചയ്ക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ ഒരു മൊട്ട തലയനും അയാളുടെ ശിങ്കിടിയും, ഈ ശിങ്കിടിക്ക് കണ്ണു കാണില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ വളരെ രസിച്ചു വരികയാണ്. ഈ മൊട്ടത്തലയന്റെ പേര് കാസിരാജ, മറ്റേ ശിങ്കിടിയുടെ പേര് പുലി. ഇതേ സമയം മറുഭാഗത്ത് കുറച്ച് ആളുകളാണെങ്കിൽ ചുമരിൽ നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് കാസിരാജയും പുലിയും കൂടി വരുന്നു. അവരും ഈ ചുമരിൽ നോക്കിയ പാടെ അളിച്ചു നിൽക്കുന്നു. ആ ടൈമിൽ ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ട് വരുന്നു. അയാൾ ഈ ചുമരിൽ നോക്കിയിട്ട് കാസിരാജയോട് ചോദിക്കുവാണ്, എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ ഡാനിയലിന് പഠിപ്പൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവന് വായിക്കാനും അറിയില്ല. അപ്പോൾ കാസിരാജ ചുമരിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഡാനിയലിന്റെ വൈഫും ആ ഗ്രാമത്തിലുള്ള മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന്. ഇത് കേട്ടതും സൈലന്റായി നിന്നിരുന്ന ഡാനിയൽ വളരെ വയലന്റായി, അവളെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും, ഇത് പറഞ്ഞിട്ട് ഒരു കമ്പിയും എടുത്ത് ഭാര്യയെ കൊല്ലാനായി പോകുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഒരു വാഴത്തോപ്പാണ്. ഈ വാഴത്തോപ്പിന്റെ നടുവിൽ ഒരു വലിയ കിണറുണ്ട്. ഈ കിണറിന് മുകളിലായി കുറച്ച് ചിത്രശലഭങ്ങൾ വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ ഈ ചിത്രശലഭങ്ങൾ പറക്കുന്നത് വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരാൾ കിണറ്റിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ 2 പേര് വായിൽ നുരയും വന്ന് മരിച്ചു കിടക്കുന്നത് കാണുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ആളുകൾ കൂടി. അപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നല്ലോ. ചുമരിൽ എഴുതിയത് കണ്ടത് മൂലം നാട്ടുകാരറിഞ്ഞതിന്റെ വിഷമത്തിൽ സൂയിസൈഡ് ചെയ്തതായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരെങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഡെഡ് ബോഡീസ് കാണാനായി പോലീസ് വരുന്നു. ഈ ലേഡിയാണ് ഇപ്പോഴത്തെ സ്ഥലം SI. അവരിപ്പോൾ പുതുതായി ജോയിൻ ചെയ്തതാണ്. SIയെ കണ്ടപ്പോൾ കാസിരാജ വളരെ മോശമായാണ് അവരെ നോക്കുന്നത്. ഇതിനിടയിൽ ആ പ്രദേശത്തെ ഏക ഫോട്ടോഗ്രാഫർ വന്ന് എവിഡൻസ് മിസ്സാകാത്ത രീതിയിൽ എല്ലാ ഫോട്ടോസും എടുക്കുന്നു. അപ്പോഴുണ്ട് ഒരു പോലീസുകാരൻ ഒരു വിഷക്കുപ്പിയുമായി SIയുടെ അടുത്ത് വരും. അപ്പോൾ SI പറയുന്നു, ആദ്യം ഇത് കൊലയാണോ അതോ സൂയിസൈഡ് ആണോ എന്നറിയണ്ടേ, അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇത് കേട്ടതും ഗുരുജി എന്നൊരാൾ പറയുന്നു, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളല്ല. അപ്പോൾ കാസിരാജയും കൂടെ കൂട്ടിച്ചേർത്തു, അതെ മേഡം, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ജമീന്ദാറാണ്. ജമീന്ദാർ വന്നിട്ട് പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കട്ടെ. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി ജമീന്ദാറിനെ കാണിക്കുന്നു. ജമീന്ദാറാണെങ്കിൽ അവന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പ് വളരെ ബഹുമാനപൂർവ്വം സംസാരിക്കുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ ഒരു ചെരുപ്പെടുത്ത് അച്ഛന്റെ ഫോട്ടോയിൽ അടിക്കുന്നു.
ഇതിന് കാരണം ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്ന അച്ഛൻ ഇവന് താമസിക്കുന്ന വീടും പിന്നെ ഒരു പഴയ കാറും മാത്രമാണ് കൊടുത്തത്. ജമീന്ദാർ വീണ്ടും അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വലിയ ബഹുമാനപൂർവ്വം തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫായ രാജേശ്വരി ദേവി ആരതി ഒഴിയാനായി ഈ ജമീന്ദാറിന്റെ മുമ്പിലേക്ക് വരുന്നു. എന്നാൽ അദ്ദേഹം അത് ഊതിക്കെടുത്തി. കാരണം ജമീന്ദാറിന് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇത്തിരി ദേഷ്യക്കാരനും കൂടിയാണ്. എന്നാൽ ഭാര്യ കടുത്ത ഈശ്വരവിശ്വാസിയാണ്. ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ടവൾ. അവരുടെ അത്തരത്തിലുള്ള സ്വഭാവം കാരണം നാട്ടുകാർക്കെല്ലാം അവരോട് ബഹുമാനമായിരുന്നു. അങ്ങനെ ജമീന്ദാർ സംഭവ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് എസ്ഐയോട് പറയുകയാണ്, ഇവർ സൂയിസൈഡ് ചെയ്തതിൽ യാതൊരു സംശയവുമില്ല. ഇവർ അവിഹിത ബന്ധം പുലർത്തുന്നത് ഈ നാട്ടുകാരെ മൊത്തം അറിഞ്ഞല്ലോ. അപ്പോൾ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണ്. അതിന്റെ പേരിൽ ഒരു പോസ്റ്റ്മോർട്ടവും ചെയ്യേണ്ട ആവശ്യമില്ല. മേഡം പോയി സ്റ്റേഷനിലെ കാര്യം നോക്ക്. ഇത് കഴിഞ്ഞ ഒരു ഫ്യൂണറൽ ചടങ്ങാണ് കാണിക്കുന്നത്. ഇതേ സമയം മറ്റൊരു വശത്ത് മാസ്ക് ധരിച്ച ഒരാളെ കാണിക്കുന്നു. അയാൾ ഈ മൂവിയിലെ പ്രധാന കഥാപാത്രമാണ്. അടുത്ത സീനിൽ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരു ലേഡിയാണ് കാണിക്കുന്നത്. ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കാസിരാജ അവളെ വളയ്ക്കാനുള്ള പല നമ്പറുകളും എടുക്കുന്നു. അപ്പോൾ കാസിരാജയുടെ എല്ലാ നമ്പറുകളും അറിയാവുന്ന ശിങ്കിടിയായ പുലിയുമുണ്ട് കൂടെ. ഈ സമയം ഒരു ഡോക്ടർ അതിലേക്കൂടി നടന്നു വരുന്നു. ഡോക്ടറിനെ കാണുമ്പോൾ കാസിരാജയും പുലിയും വളരെ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹം നല്ല മനുഷ്യത്വമുള്ള ഡോക്ടറാണ്. വളരെ സീരിയസ് കണ്ടീഷനിൽ എത്തുന്ന പേഷ്യൻസിനെ അവരുടെ കൈവശം പണമില്ലെങ്കിൽ ഈ ഡോക്ടർ പണം കൊടുത്ത് ട്രീറ്റ്മെന്റിനായി മറ്റു ഹോസ്പിറ്റലിലേക്ക് വിടാറുണ്ട്. അടുത്തതായി കാണിക്കുന്നത് ജ്ഞാനി എന്ന് പറയുന്ന ഒരാളെയാണ്. ഗ്രാമത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷന് വിളിക്കാനായി അവൻ ഗുരുജിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഗുരുജിയുടെ സിസ്റ്ററും ജ്ഞാനിയും തമ്മിൽ ഏറെ നാളായി പ്രണയത്തിലാണ്. അവരെങ്ങനെ പ്രണയിച്ചിരിക്കുമ്പോൾ ഗുരുജിയുടെ ബൈക്കിന്റെ ശബ്ദം കേട്ട് ജ്ഞാനി പുറത്തേക്ക് ഇറങ്ങി. ജ്ഞാനിയെ കണ്ടതോടെ ഗുരുജി ചോദിക്കുന്നു, നീ എന്താ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നില്ലേ? അതിന് ക്ഷണിക്കാനായി വന്നതാണെന്ന് ജ്ഞാനി മറുപടി നൽകിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായി കാണിക്കുന്നത് ആ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന് നാട്ടിലുള്ള ജനങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഗുരുജിയും ടീമും ആ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗുരുജി പറയുന്നു, എനിക്ക് സംശയം ആ ഫോട്ടോഗ്രാഫറെയാണ്. കാരണം അവന് ഇതിനു മുമ്പേ അവരോട് പകയുണ്ടായിരുന്നു. ഇത് കേട്ട ജ്ഞാനി ഉടനെ ഫോട്ടോഗ്രാഫറെ പോയി അറിയിച്ചു. ഈ ഫോട്ടോഗ്രാഫറും ജ്ഞാനിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഈ ഫോട്ടോഗ്രാഫറിന് ദേഷ്യം വന്നിട്ട് ഗുരുജിയെ പോയി അടിക്കുന്നു. അത് പിന്നെ ഭയങ്കരമായ ഫൈറ്റിലേക്ക് പോയി. ഇവർക്കിടയിൽ മാത്രമല്ല ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം തല്ലുകൂടാൻ തുടങ്ങി. ഈ ടൈമിലാണ് സെമീന്ദാറിന്റെ കാർ ദൂരെ നിന്ന് വരുന്നത് ഒരാൾ കാണുന്നത്. അവൻ ഈ കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതും എല്ലാവരും ഫൈറ്റ് നിർത്തിയിട്ട് പെട്ടെന്ന് സൈലന്റ് ആയി സെമീന്ദാറിന്റെ വൈഫിനെ ബഹുമാനിച്ചു നിൽക്കുന്നു. അങ്ങനെ രാജേശ്വരി ദേവി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും രംഗം പോർക്കളമായി. അടുത്ത സീനിൽ ഒരു പൂജാരി സെമീന്ദാറിന്റെ വീട്ടിലേക്ക് വരുന്നു. പൂജാരിയെ കണ്ട സെമീന്ദാർ കാശിന്റെ ആവശ്യവും പറഞ്ഞ് ഇങ്ങോട്ട് കയറി പോകരുതെന്ന് വാൺ ചെയ്ത് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ രാജേശ്വരി ദേവി പൂജാരിയെ വിളിച്ചു നിർത്തിയിട്ട് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ അതെന്നോട് ചോദിച്ചാൽ പോരെ, എന്നിട്ട് ഒരു കെട്ട് നോട്ടും എടുത്തു കൊടുത്തിട്ട് ഉത്സവം നല്ല രീതിയിൽ നടത്താൻ പറയുന്നു. അടുത്ത സീനിൽ എസ്ഐ ആ വാഴത്തോപ്പിന്റെ വഴിയിൽ കൂടി ജീപ്പിൽ പോകുന്നതിനിടെ വാഴയുടെ മറവിലായി മാസ്ക് ധരിച്ച ഒരാളെ മിന്നായ പോലെ കണ്ടു. അപ്പോൾ എസ്ഐ വേഗം വണ്ടി നിർത്തിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു, ഒരു പക്ഷേ മേഡത്തിന് തോന്നിയതായിരിക്കും. എസ്ഐക്ക് ഇതാകെ കൺഫ്യൂഷൻ ആകുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ ഒരു വലിയ ഉത്സവം ആ നാട്ടിൽ നടക്കുകയാണ്. ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഈ ഉത്സവം നടക്കുന്ന അതേ ടൈമിൽ തന്നെ മാസ്ക് ധരിച്ച ആൾ ഒറ്റയ്ക്ക് മറ്റൊരു ഭാഗത്ത് ഉത്സവം കൊള്ളുന്നു. അന്ന് അർദ്ധരാത്രിയായപ്പോൾ കയ്യിലും തലയിലും തീയും വെച്ച് ഒരു സ്ത്രീ ആ ഗ്രാമത്തുടനീളം ഓടുകയാണ്. കൂടാതെ ഒരു പട്ടിയും അതേപടി ഓടുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം ആളുകളെല്ലാം ഓടുകയാണ്. കാരണം അവിടെ ഒരു ചുമരിൽ മറ്റൊരു വാർത്ത കൂടി എഴുതിയിരിക്കുന്നു. അതായത് കാസിരാജ വളയ്ക്കാൻ നോക്കിയ പെട്ടിക്കട നടത്തുന്ന ആ സ്ത്രീയും റൈസ് മിൽ നടത്തുന്ന മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന്. ഇത് വായിച്ച കാസിരാജ പറയുന്നു, വാ അവർ ജീവനോടെ ഉണ്ടോ എന്ന് ചെന്ന് നോക്കാം. അങ്ങനെ ഒരു ആൽമരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഇവർ രണ്ടുപേരെയും നാട്ടുകാർ കാണുന്നു. ഈ സംഭവം നടന്നിരിക്കുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയാണ്. അന്ന് കിണറിനടുത്ത് ഡെഡ് ബോഡി കണ്ടതും ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ദുരൂഹ മരണങ്ങൾ നടക്കുന്നതെന്ന് സാരം. അപ്പോഴേക്കും ഈ ആലിന് ചുറ്റും നാട്ടുകാർ കൂടി, കൂടാതെ എസയും അവിടേക്ക് വരുന്നു. ഈ സംഭവത്തോടു കൂടി ആളുകൾക്കിടയിൽ നല്ല ഭയം ഉണ്ടാകുന്നു. ഇതേ സമയം അവിടേക്ക് സെമീന്ദാറും വരികയാണ്. സെമീന്ദാറെ കണ്ടപ്പോൾ എസൈ പറയുന്നു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് ആത്മഹത്യയല്ല മറിച്ച് ദുരൂഹ മരണമാണെന്ന്. എന്തായാലും ഇവർക്ക് എത്ര ഹൈറ്റിൽ കയറി തൂങ്ങി മരിക്കാനൊന്നും പറ്റില്ല. ആരോ കൊന്നു കെട്ടി തൂക്കിയതാണ്. അത് ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാകാനാണ് സാധ്യത. അതുകൊണ്ട് ഉറപ്പായും പോസ്റ്റ്മോർട്ടം ചെയ്യണം. നിവർത്തി കേട്ട് സെമീന്ദാർ അങ്ങനെ സമ്മതം മൂളി. ഇതേ സമയം പുൽമേടുകൾക്ക് നടുവിൽ നിശബ്ദനായി നിൽക്കുന്ന കറുത്ത പട്ടിയെ കാണിക്കുന്നു. മാർഭാഗത്ത് എസ്ഐ ഈ മരണങ്ങളെക്കുറിച്ച് ഒരു തൊമ്പും കിട്ടാതെ വല്ലാതെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ്. എന്തായാലും ആരോ ഇവരെ കൊന്നിട്ട് അതൊരു സൂയിസൈഡ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് എസ്ഐ കോൺസ്റ്റബിളിനോട് പറയുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ആ പ്രദേശത്തെ കുറച്ചാളുകൾ ഭയന്ന് കോവിലിൽ ഇരിക്കുന്നതാണ്. അവിടുത്തെയും ചർച്ചാ വിഷയം ഈ മരണങ്ങളെ പറ്റിയാണ്. ഈ മരണങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ നാളെ ഒരു ചൊവ്വാഴ്ചയാണ്. നാളെ മരണം നടക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പേ നമുക്ക് അവരെ പിടിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു.
ഇതിനിടയിൽ കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ എല്ലാവരും ഭയന്നിരിക്കുവാണോ? അവിഹിത ബന്ധമുള്ളവരൊക്കെ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഗുരുജി തിരിച്ചു ചോദിക്കുന്നു, ഇതിനെല്ലാം പിന്നിൽ നിങ്ങളുടെ എസ്ഐയാണ്. കാരണം അവർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്. ഇത് കേട്ട് മറുപടി കൊടുക്കാതെ കോൺസ്റ്റബിൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ പല ടീമായി ആളുകളെല്ലാം ആ കൊലയാളിയെ കണ്ടുപിടിക്കാനായി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ബസ്സിൽ വന്നിറങ്ങുന്ന ഡോക്ടറിനെ കാണിക്കുന്നു. ഡോക്ടർ ഈ സംഭവങ്ങളൊന്നും അറിയാതെ ആ വാഴത്തോപ്പ് വഴി നടന്നു വരികയാണ്. അതേസമയം ഗുരുജി അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ മുഖംമൂടിയ ഒരുത്തൻ ചുമരിൽ എന്തോ എഴുതാൻ പോകുന്നതായി കാണുന്നു. ഇത് കണ്ട ഗുരുജി ബാക്കി ആളുകളെയും വിളിച്ചു കൂട്ടി. അവനെ പിടിക്കാനായി പോകുമ്പോഴത്തേക്കും അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവനെ പിടിക്കാനായി ഗുരുജിയും കൂട്ടരും പിറകെ ഓടുന്നു. അങ്ങനെ മുഖം മൂടി ധരിച്ച ആൾ നദിയിൽ ചാടി നീന്തി മറുകരയിൽ എത്തുമ്പോഴാണ് അവന്റെ മുമ്പിൽ ഗുരുജിയും കൂട്ടരും നിൽക്കുന്നു. അവര് മുഖംമൂടി അഴിച്ചു മാറ്റുമ്പോഴാണ് അത് ഗുരുജിയുടെ പെങ്ങളെ പ്രേമിക്കുന്ന ജ്ഞാനിയാണെന്ന് കാണുന്നത്. ഈ സീൻ അവിടെ കട്ടായിട്ട് വാഴത്തോപ്പിലൂടെ നടക്കുന്ന ഡോക്ടറിനെ കാണിക്കുന്നു. ഡോക്ടർ അപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വാഴത്തോപ്പിന് നടുവിലുള്ള ഒരു കിണറ്റിൽ ഒരു പെണ്ണ് സാരി ഉടുത്ത് കിണറിന്റെ വക്കത്തിരിക്കുന്നത് കണ്ടു. ആ പെണ്ണിനെ കണ്ടാൽ പ്രേതത്തിനെ പോലെ തോന്നും. പെട്ടെന്ന് ഈ പെണ്ണാണെങ്കിൽ ഡോക്ടർ കാണുകെ കിണറ്റിലേക്ക് ചാടുന്നു. അപ്പോൾ ഡോക്ടർ ഒരു പേര് വിളിക്കുന്നുണ്ട്, ഷൈലു എന്നാണ്. അപ്പോൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ട് ഷൈലുവിനെ കാണിക്കുന്നു. അതിനുശേഷം 18 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഷൈലു ഇപ്പോൾ വളർന്നു വലുതായി കോളേജിൽ പഠിക്കുന്ന പ്രായമായിരിക്കുന്നു. അവളെ ഇത്രമേലാക്കിയത് അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയായിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ രവി കിണറ്റിൽ നിന്ന് രക്ഷിച്ച് അവൾക്ക് കൊടുത്ത ആ പട്ടിയും അവളോടൊപ്പമുണ്ട്. അങ്ങനെ ഷൈലു റെഡിയായി കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരുത്തിന് ഇവളെയും വായി നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ എത്തുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഷൈലുവിന് ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നു. അയാൾക്കും അതേ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അയാൾ ആ കോളേജിലെ പ്രൊഫസറാണ്, പേര് മദൻ. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് കോളേജിൽ വെച്ച് ഈ മദന്റെ പേഴ്സ് മിസ്സായിരുന്നു. അത് ഈ ശൈലുവാണ് എടുത്തു കൊടുത്തത്. അതിനുശേഷം ഇവരിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ മദനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഷൈലുവിൽ വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നല്ല മഴ പെയ്യുന്ന സമയത്ത് പ്രൊഫസറിന് ഇഷ്ടപ്പെട്ട പായസവുമായി ഷൈലു പ്രൊഫസറിന്റെ വീട്ടിലേക്ക് വരുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഫസർ അപ്പോൾ അവളെ വിടാതെ ഷേക്സ്പിയറിന്റെ പുസ്തകം വായിച്ചു കൊടുത്തു. ഇതിനിടയിൽ കൂടുതൽ റൊമാൻറ്റിക് ആയ പ്രൊഫസർ ഷൈലുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഷൈലു അവനെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ ഷൈലുവിലും അതേ ഫീലിങ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ അവൾ തിരിച്ച് ഈ പ്രൊഫസറിന്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ ഇവർ തമ്മിൽ കൂടുതൽ ക്ലോസ് ആവുന്നു. അതിനുശേഷം ഇവർ പല പ്രാവശ്യവും കണ്ടുമുട്ടാൻ തുടങ്ങി. ഷൈലു അപ്പോൾ കൂടുതൽ സന്തോഷവതിയാവുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രൊഫസറിനെ കാണാനില്ല. കാരണം പ്രൊഫസർ ലീവ് എടുത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം ഷൈലുവിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു ഷോക്ക് ഏൽക്കുകയാണ്. അതെന്തെന്നാൽ പ്രൊഫസർ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. അപ്പോൾ കല്യാണം കഴിക്കാനായിരുന്നു അയാൾ ലീവ് എടുത്ത് നാട്ടിൽ പോയത്. മാത്രമല്ല ഇത് അയാളുടെ ലവ് മാരേജ് ആണെന്നും പറയുന്നു. ഇതിനുശേഷം മദൻ ഷൈലുവിനെ കാണാനായി വരുന്നു. അപ്പോൾ ഷൈലു ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ യൂസ് ചെയ്തേ? അതിന് മറുപടിയായി അയാൾ പറയുന്നു, ഞാൻ വായിച്ച കഥകളിലെ ഒരു അധ്യായമാണ് നീ. ഇത് ഞാൻ വായിച്ച് അതിന്റെ രസം പോയി കിട്ടി. സോ ഞാൻ ഇത് വിടുന്നു എന്ന് പറഞ്ഞ് മദൻ അവിടെ നിന്ന് പോകുന്നു. ഷൈലുവിന് ഈ ഒരു ചതി താങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു ഷോക്ക്. അതെന്താണെന്ന് വെച്ചാൽ അവളെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയ മുത്തശ്ശി മരിച്ചിരിക്കുന്നു. ചെറുതിലെ അമ്മ മരിച്ചു, അച്ഛൻ വിട്ടുപോയി, ഉറ്റ സുഹൃത്ത് ചെറുതിലെ മരിച്ചു, സ്നേഹിച്ച ആളാണെങ്കിൽ ചതിച്ചിട്ട് പോയി, വളർത്തി വലുതാക്കിയ മുത്തശ്ശി ദേ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം നിറഞ്ഞ അവൾ വളരെ നിസ്സഹാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോഴുണ്ട് മുത്തശ്ശി മരിച്ചതറിഞ്ഞു വന്ന അച്ഛൻ ഷൈലുവിന്റെ പേരിലുള്ള ലാൻഡ് അവന് എഴുതി കൊടുത്താൽ മാത്രമേ അവളെ കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ഷൈലു ആ വസ്തുവിന്റെ മുദ്രപത്രം അച്ഛന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അതോടെ ഷൈലു ആ വീട്ടിൽ തീർത്തും ഒറ്റയ്ക്കായി. ഈ ഒറ്റയ്ക്കുള്ള ജീവിതം തീർത്തും അവളെ ഒരു മനോരോഗിയാക്കി മാറ്റി. അവളെ പലപ്പോഴും മദന്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളെ സ്ഥിരം വായി നോക്കാറുള്ള അയാൾ ഷൈലുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ മദനാണെന്ന് കരുതി അയാളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. ഈ സിറ്റുവേഷൻ പല ടൈമിലും ഉണ്ടായി. അവൾക്ക് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനുമായി മാത്രമല്ല പലരുമായി അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. സോ പലരും അവളെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവൾ അത്തരത്തിലുള്ള പെണ്ണാണെന്ന് താമസിക്കാതെ നാട്ടിൽ മുഴുവൻ പാട്ടായി. ഒരു ദിവസം അവൾ ഫോട്ടോ എടുക്കാനായി സ്റ്റുഡിയോയിൽ വരുന്നു. ആ ഫോട്ടോഗ്രാഫർ മാത്രമാണ് അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്. അതുകൊണ്ട് അയാളോട് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അടുപ്പം തോന്നുന്നു. ഇതിനിടെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഷൈലുവിനോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിന്റെ ഓണറും കൂട്ടരും ആവശ്യപ്പെടുമ്പോൾ അവൾ അതിനെ എതിർത്തു. ഇതേ തുടർന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കി. മാത്രമല്ല മറ്റൊരിടത്തും ജോലി കൊടുക്കാത്ത രീതിയിലാക്കുകയും ചെയ്തു. ഒരാൾ പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കി. എന്നാൽ അവൾക്ക് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ അടുത്തിരുന്ന ഒരാളിന്റെ കൈ അറിയാതെ അവളുടെ ബോഡിയിൽ തൊടുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അപ്പോഴുണ്ടാകുന്നത്. ഈ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനായി അവൾ അവളെ തന്നെ സ്വയം വേദനിപ്പിക്കുന്നു. മറ്റൊരു ദിവസം അയലത്തെ വായി നോക്കി അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചാട്ടവാർ കൊണ്ട് അവനെ കൊണ്ട് അവൾ അടുപ്പിക്കുന്നു.
കാരണം അപ്പോഴുണ്ടായ ബാഡ് ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നല്ല സാരി എടുത്ത് അവൾ ഒരുങ്ങുമ്പോഴുണ്ട് ആരോ ഡോർ കൊട്ടുന്നു. അവൾ ഡോർ തുറന്നു നോക്കുമ്പോൾ കുറച്ചാളുകൾ ശൈലുവിനെ പിടിച്ചു വലിച്ച് സെമീന്ദാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സെമീന്ദാർ പറയുകയാണ്, നീ ആള് ശരിയല്ല. ഈ നാടിനൊരു പേരുണ്ട്. അത് നിന്നെപ്പോലെ ഒരുത്തിക്ക് വേണ്ടി കളഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നാടിന് അപമാനമായ നീ ഈ നാട് വിട്ടു പോകണം. സെമീന്ദാറിന്റെ ആജ്ഞപ്രകാരം ആളുകളെല്ലാം കൂടി അവളെ നാട് കടത്താനായി കൊണ്ടുപോകുന്നു. എന്നാൽ അറുക്കാൻ നിർത്തുന്ന മൃഗത്തിനോട് കാണിക്കുന്ന ദയവ് പോലും അവളോട് ആരും കാണിക്കുന്നില്ല. അത്രയ്ക്കും ക്രൂരമായ രീതിയിലായിരുന്നു നാട്ടുകാർ അവളോട് കാണിച്ചിരുന്നത്. ഇതിനിടയിൽ ആ ഫോട്ടോഗ്രാഫർ ആ വഴി വരുന്നുണ്ടായിരുന്നു. ശൈലുവിന് അവനിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവനെങ്കിലും ഇവരുടെ അക്രമത്തിൽ നിന്ന് തടയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവനാണെങ്കിൽ സൈലന്റായി നിന്നു. അങ്ങനെ ശൈലുവിനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അടുത്ത ദിവസം ശൈലു കിണറ്റിൽ ചാടി മരിച്ച വിവരമാണ് നാട്ടുകാർ അറിയുന്നത്. അവൾ ചെയ്ത തെറ്റിൽ അപമാനം സഹിക്കാതെ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും കരുതി. അപ്പോൾ മരിച്ചു കിടക്കുന്ന ശൈലുവിനെ ഡോക്ടറും കാണുന്നു. എന്നാൽ 18 മാസത്തിന് ശേഷം അവളുടെ പ്രേതം കിണറ്റിന്റെ വക്കിലിരിക്കുന്നത് ഈ ഡോക്ടർ വീണ്ടും കാണുകയുണ്ടായി. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നാനിയെ കാണിക്കുന്നു. നാനി SIയോട് പറയുകയാണ്, എനിക്ക് ആ കൊലപാതകങ്ങളുമായി യാതൊരു ബന്ധവുമില്ല മാഡം. ഞാനും ഗുരുജിയുടെ സിസ്റ്ററും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പോൾ ഈ അവസരം മുതലെടുത്ത് ഞങ്ങളുടെ പേര് ചുമരിൽ എഴുതിയാൽ അടുത്ത ദിവസം ഞങ്ങളുടെ കല്യാണം നാട്ടുകാർ നടത്തി തരുമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ പ്ലാൻ എല്ലാം ചീറ്റി പിടിക്കപ്പെട്ടു. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ കോൺസ്റ്റബിൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി അങ്ങോട്ട് വരുന്നു. അപ്പോൾ SI പറയുന്നു, ഇവനാണ് ഇതിന്റെയൊക്കെ പിന്നിലെങ്കിൽ ഇവനെ ഞാൻ ശരിയാക്കും. അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, അല്ല മാഡം, ഇതിന്റെ പിന്നിൽ പ്രേതമാണ്. പ്രേതം ഈ നാട് മൊത്തം ചുറ്റി നടക്കുവാണ്. ഇതിന് മറുപടിയായി SI പറയുന്നു, പ്രേതമായാലും മനുഷ്യനായാലും നാളെ ചൊവ്വാഴ്ച ഞാൻ അവനെ പിടിക്കപ്പെടും. അപ്പോൾ അറിയാം ആരാണെന്ന്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൊലപാതകയെ പിടിക്കാനായി നാട് മൊത്തവും ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ ഒരാൾ കയ്യിലും തലയിലും തീച്ചട്ടി വെച്ച് ഒരു സ്ത്രീ ഓടുന്നത് കാണുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് കാളിയമ്മ മാതിരി ഇരിക്കുന്നു. ഇത് കണ്ട അയാൾ പേടിച്ച് കൊലയെല്ലാം ചെയ്യുന്ന പ്രേതവും മനുഷ്യനൊന്നുമല്ല ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുന്നു. എന്നാൽ ഈ തീച്ചട്ടിയുമായി ഓടുന്നത് കോവിലിൽ വേല ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരാചാരത്തിന്റെ ഭാഗമായി പൂജാരി പറഞ്ഞിട്ട് ഈ നാടിന്റെ ദോഷങ്ങളെല്ലാം മാറാനായി തീച്ചട്ടിയുമായി നാട് മൊത്തവും ഓടുകയായിരുന്നു. ഇതേ സമയം ഡോക്ടർ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇതിന്റെയൊക്കെ പിന്നിൽ ശൈലുവിന്റെ പ്രേതമാണ്, അല്ലാതെ മറ്റാരുമല്ല. അത് കഴിഞ്ഞ് ഗുരുജിയും കൂട്ടരും ഒരു ചുമരിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ഒരാളാണെങ്കിൽ ചുമരിൽ എഴുതാൻ പോകുന്നതായി കാണിക്കുന്നു. അത് മറ്റാരുമല്ല, ഈ നാട്ടിലെ നല്ലവനായ ഡോക്ടറാണ്. പക്ഷെ ഡോക്ടറിനെ SI കൈയോടെ പൊക്കി. കാരണം SIക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ ഡോക്ടർ ആയിരിക്കുമെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ മരിക്കാൻ കാരണം അനസ്തേഷ്യ മൂലമാണ്. അപ്പോൾ ഈ നാട്ടിൽ ഇത് അറിയാവുന്ന ഒരാൾ നിങ്ങൾ മാത്രമാണെന്ന് SI പറയുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഫോട്ടോഗ്രാഫർ വാഴത്തോപ്പ് വഴി വരുമ്പോൾ അവിടെ എന്തോ സൗണ്ട് കേട്ട് അവൻ വണ്ടി നിർത്തി ചെക്ക് ചെയ്യാനായി പോകുന്നു. അപ്പോൾ അവിടെ അവൻ മുഖംമൂടി ധരിച്ച ഒരാളെ കണ്ടെത്തി. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. മറുഭാഗത്ത് SIയെ ഡോക്ടർ കെട്ടിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ SI ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ഇതിന് മറുപടിയായി ഡോക്ടർ പറയുന്നു, ഞാൻ ശൈലുവിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ഇത് കേട്ട് SI പറയുകയാണ്, അവൾക്ക് വേണ്ടിയോ? അവളെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു. അവൾ തെറ്റ് ചെയ്തവളല്ലേ, ഉറപ്പായും അവൾ മരിക്കേണ്ടവളാണ്. ഇത് കേട്ടതോടെ ദേഷ്യം വന്ന ഡോക്ടർ, നിനക്ക് എന്തറിയാം ശൈലുവിനെ പറ്റി? എനിക്ക് അവളെ നന്നായി അറിയാം. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഡോക്ടറിന്റെ മകൾ മരിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഡോക്ടർ ഒരുപാട് തകർന്നു പോയി. ഒരു ദിവസം രാത്രി ഡോക്ടർ ബൈക്കിൽ പോകുമ്പോൾ ശൈലു വഴിയരികിൽ വളരെ അവശ നിലയിൽ കിടക്കുന്നത് കാണുന്നു. ഡോക്ടർ അവളെയും എടുത്ത് ഡോക്ടറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അവളാണെങ്കിൽ വല്ലാതെ ഭയപ്പെട്ട്, എനിക്ക് മരിക്കാനുള്ള ധൈര്യമില്ല ഡോക്ടർ, അതുകൊണ്ട് എന്തെങ്കിലും തന്നെ എന്നെ കൊല്ലാനെന്ന് അവൾ ഡോക്ടറിനോട് കെഞ്ചി പറയുകയാണ്. ഡോക്ടറിന് അവളുടെ മനോനില തെറ്റിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അതിനാൽ ഡോക്ടറിന് അറിയാവുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോൾ ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ നിന്ന് ശൈലുവിന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുന്നു. അതായത് ശൈലുവിന് വളരെ റെയറായ ഒരു സെക്ഷൽ ഡിസീസ് ഉണ്ട്. ഒരു നോർമൽ മനുഷ്യ സ്ത്രീക്ക് സെക്ഷൽ ഹോർമോൺ 1% ആണ്. എന്നാൽ അവളിൽ അത് 10% ആകുന്നു. ഇതുണ്ടാകാൻ ഒരുപക്ഷെ പല കാരണങ്ങളാകാം. ചൈൽഡ് അബ്യൂസ്, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, ഒറ്റപ്പെടൽ, അങ്ങനെ പലതും. പലപ്പോഴും അവൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പലരുമായി ക്ലോസ് ആകുന്നു. അതിനുശേഷം അതിൽ അവൾക്ക് കുറ്റബോധം തോന്നുകയും ചെയ്യും. മറ്റു ചിലപ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാനായി സ്വയം മുറിവേൽപ്പിക്കുന്നു. ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നു, ഇതിന് ട്രീറ്റ്മെന്റ് വല്ലതുമുണ്ടോ? ഇതിന് പ്രത്യേകിച്ചൊന്നും മരുന്നില്ല, ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ അവളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് മാത്രമേ അവളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂന്ന് സൈക്കോളജിസ്റ്റ് മറുപടി നൽകി. ഇതിനുശേഷം ഡോക്ടർ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതേ സമയം മുഖംമൂടിയും ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള ഫൈറ്റിൽ മുഖംമൂടിക്കാരൻ ആ ഫോട്ടോഗ്രാഫറെ കൊന്നു കളഞ്ഞു. അപ്പോൾ അയാൾ മുഖത്തെ മാസ്ക് മാറ്റുമ്പോൾ അത് മറ്റാരുമല്ല, രവിയാണ്. രവി അപ്പോൾ തീപിടുത്തത്തിൽ മരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രവി അപ്പയ്ക്ക് ബീഡി വാങ്ങി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അപ്പ ശൈലുവിനോട് മോശമായി പെരുമാറുന്നത് രവി കാണുന്നു. രവിയെ കണ്ടപ്പോൾ ശൈലു പേടിച്ച് രവിയെ ഹഗ് ചെയ്യുകയാണ്.
അങ്ങനെ അന്ന് രാത്രി രവിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇത്രയും വലിയ ക്രൂരനായ അച്ഛന്റെ തലയിൽ രവി കല്ലുകൊണ്ട് അടിച്ചു കൊന്നിട്ട് വീടിന് തീയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് അമ്മ കോവിലിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് അവൻ ഒരു മാസ്ക് കിട്ടി. ആ മാസ്ക് ധരിച്ചായിരുന്നു അവന്റെ മുന്നോട്ടുള്ള ജീവിതം. ഈ മാസ്കിന്റെ മറവിലാണെങ്കിലും അവൻ പലപ്പോഴും ഷൈലുവിനെ നോക്കി കാണുമായിരുന്നു. ഒരു നാൾ അവളുടെ മുന്നിലേക്ക് മറനീക്കി വരാൻ ആഗ്രഹിച്ചപ്പോൾ ഷൈലുവും ആ പ്രൊഫസറും തമ്മിലുള്ള ബന്ധം കാണുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതി അവൻ സ്വയം ഒഴിഞ്ഞു മാറി. എന്നിട്ട് ആ നാട് വിട്ടു പോകുന്നു. എന്നാൽ ഷൈലുവിന്റെ ജീവിതകഥകൾ അറിഞ്ഞ് ഒരു ദിവസം, അതായത് ഡോക്ടറിനൊപ്പം ഉണ്ടായിരുന്ന ആ ദിവസം, അവൻ അവളുടെ കൺമുമ്പിലേക്ക് വരുന്നു. രവി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഷൈലു അവനെ ഹഗ് ചെയ്തിട്ട്, നീ എന്നെ വിട്ട് എവിടെ പോയതാ, നീ ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സ്നേഹം കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം. നാളെ രാവിലെ കോവിലിൽ വെച്ച് കല്യാണം നടത്താനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡോക്ടറും രവിയും അതിനുള്ള ഏർപ്പാട് ചെയ്യുന്നതിനിടയിൽ ഒരു കാഴ്ച കാണുന്നു. അതായത് ഷൈലു ആത്മഹത്യ ചെയ്തിരിക്കുന്നതായി. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് എസ് ഐ ചോദിക്കുന്നു, അവൾ സ്വയം മരിച്ചതിന് നിങ്ങൾ എന്തിനു കൊല ചെയ്യണം? ഡോക്ടർ ഇതിന് മറുപടി പറയുന്നു, അവൾ ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് 6 പേർ ചേർന്ന് അവളെ കൊന്നതാണ്. അതായത് ഡോക്ടറും രവിയും കൂടി കൊന്ന കേസുകൾ. കിണറ്റിൻകരയിൽ കണ്ട 2 ബോഡി, പിന്നെ ആലിൽ തൂങ്ങിയ 2 പേർ, ഇപ്പോൾ രവി കൊന്ന ഫോട്ടോഗ്രാഫർ. ടോട്ടൽ 5 പേരെ ആയിട്ടുള്ളൂ. അപ്പോൾ 6-മൻ ആരാണ്? ഡോക്ടർ അത് പറയുന്നതിന് മുമ്പായി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് പുറത്തിരിക്കുന്ന സെമീന്ദാറിനെ കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ 6-മത്തെ വ്യക്തിയെ പറയുമ്പോൾ സെമീന്ദാർ ഷോക്കായി. അവൻ വളരെ വയലന്റായി സ്വന്തം വീട്ടിലേക്ക് പോയി ഉറങ്ങിക്കിടന്ന അവന്റെ വൈഫിന്റെ കഴുത്തിനിരിച്ച് കൊല്ലാനായി ശ്രമിക്കുന്നു. അപ്പോൾ അവൾ കൈ തട്ടി മാറ്റിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നേ? അപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ്. ഡോക്ടർ പറഞ്ഞ 6-മൻ ആ നാട്ടിലെ എല്ലാവരുടെയും ദേവിയായ ഈ രാജേശ്വരി ദേവിയാണ്, അതായത് സെമീന്ദാറിന്റെ വൈഫ്. അവർ ഷൈലുവിനെ കൊല്ലാനുള്ള കാരണം വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഒരു രാത്രി ഷൈലു അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ കുറച്ച് ആളുകൾ അവളെ ഉപദ്രവിക്കാനായി വരുന്നു. അവൾ ഭയന്നോടി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് സെമീന്ദാറിന്റെ വീട്ടിന്റെ ബാക്കിൽ വന്ന് ഒളിച്ചിരുന്നു. ഇതിനിടയിൽ അവൾ വെട്ടം കണ്ട് ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ രാജേശ്വരി ദേവിയും മറ്റ് ഫോട്ടോഗ്രാഫറുമായി അരുതാത്തൊരു ബന്ധം കാണുന്നു. അപ്പോൾ ഷൈലു കണ്ടത് രാജേശ്വരി ദേവിയും കാണുന്നു. അങ്ങനെ ഇവർ 6 പേർ പ്ലാൻ ചെയ്ത് നാട്ടുകാരെ ഇളക്കി അവളെ നാട് കടത്തി. എന്നാൽ കിണറിന്റെ അടുത്ത് വല്ലാതെ വിഷമിച്ചിരുന്ന ഷൈലുവിന്റെ മുമ്പിലേക്ക് ഈ 6 പേരും കൂടി വരുന്നു. ഷൈലു അപ്പോൾ കെഞ്ചി പറയുന്നുണ്ട്, എന്നെ വെറുതെ വിട്, ഞാൻ ആരോടും പറയില്ല, ഇന്നെന്റെ കല്യാണമ്മ പ്ലീസ്. പക്ഷെ അവരുടെ രഹസ്യം പുറത്താകുമെന്ന് കരുതി അവർ ഷൈലുവിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറും രവിയും വളരെ വിഷമത്തോടെ മരിച്ചു കിടക്കുന്ന ഷൈലുവിനെ നോക്കിക്കാണുവാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഡോക്ടർ 6-മനെ കൊല്ലാൻ പോകാൻ റെഡിയാകുന്നു. അതേസമയം സെമീന്ദാർ ഭാര്യയെ അടിച്ച് റെഡിയാക്കുകയാണ്. നിന്നെ ഈ ദേശത്തുള്ളവർ ഒരു ദൈവത്തെ പോലെയല്ലേ കണ്ടിരുന്നത്, പക്ഷെ നീ ചെയ്തതോ വലിയ തെറ്റ്, അപ്പോൾ നിനക്കും കിട്ടണം അതിന്റെ ശിക്ഷ. എന്നിട്ട് സെമീന്ദാർ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. അപ്പോൾ രാജേശ്വരി ദേവിയെ കൊല്ലാനായി വന്ന ഡോക്ടർ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം സെമീന്ദാറിന്റെ വീട്ടിൽ എത്തിച്ചേരുന്നു. അവർക്കാർക്കും തങ്ങളുടെ ദേവി മരിച്ചതിൽ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സെമീന്ദാർ ആ ജനങ്ങളെ മുൻനിർത്തി പറയുന്നു, ഈ നാട്ടിൽ ഒരുപാട് ദുർമരണങ്ങൾ ഉണ്ടായി, അതിൽ മനംനൊന്ത് നിങ്ങളുടെ ദേവി സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു മരിച്ചതാണ്. ഇതിനുശേഷം കാണിക്കുന്നത് സെമീന്ദാറിന്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുന്ന ഡോക്ടറിനെയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വൈഫിനെ നല്ല പിള്ളയാക്കിയത്? അവർ എന്തെല്ലാം തെറ്റ് ചെയ്തു? അപ്പോൾ സെമീന്ദാർ പറയുകയാണ്, അവൾ അത്രയൊക്കെ തെറ്റ് ചെയ്താലും ഈ നാട്ടുകാരുടെ മുന്നിൽ അവൾ ദേവിയായിരുന്നു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവളെ ബഹുമാനിച്ചതിൽ ആ നാട്ടുകാർക്ക് തന്നെ കുറ്റബോധം തോന്നും. ഈ സംസാരത്തിന് ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ സെമീന്ദാർ ചോദിക്കുന്നു, 6 പേർ ചേർന്നാണ് കൊന്നത്, ഇതെല്ലാം ഓക്കെ, ഇവർ 6 പേർ ചേർന്നാണ് കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ആ ഗ്രാമത്തിൽ കണ്ണ് കാണാത്ത പുലിയുണ്ടല്ലോ, സത്യത്തിൽ അവന് കണ്ണ് കാണാം. അവനാണ് ഈ 6 പേർ ചേർന്നാണ് കൊന്നതെന്ന് കാണുന്നത്. അങ്ങനെ ഷൈലുവിനെ കൊന്നവരും കൊല ചെയ്യപ്പെടുന്നു. ഈ മൂവിയുടെ അവസാനം രവി ഷൈലു മരിച്ച ആ കിണറ്റിൽ ചാടി സ്വയം ജീവൻ എടുക്കുന്നു. ഈ കൊലയെല്ലാം ചെയ്തതിന് പിന്നിൽ ഡോക്ടറാണെന്ന് തെളിയിക്കാൻ ഒരു പ്രൂഫും എസ് ഐക്ക് കിട്ടുന്നില്ല. അതിനാൽ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന മട്ടിൽ എസ് ഐ ആ കേസ് അവസാനിപ്പിക്കുന്നു. അതോടെ ഈ മൂവിയും അവസാനിക്കുന്നു.